അറബിയുടെ സലാലയും മലയാളികളുടെ പ്രിയപ്പെട്ട ഗൾഫ് രാജ്യമായ ഒമാനും ഒരു അണ്ടർ റേറ്റഡ് കാര്യമാണ്. ഒമാനെ ഗൾഫ് രാജ്യത്തെ കേരളം എന്ന ആളുകൾ വിശേഷിപ്പിക്കുന്നത് മലയാളികളുടെ എണ്ണം കൊണ്ടല്ല, ഇവിടുത്തെ പച്ചപ്പും പ്രകൃതിയും കാരണമാണ്. ഇനിയിപ്പോൾ മരുഭൂമി എങ്ങനെ കേരളം പോലെയാവും എന്നാണ് സംശയമെങ്കിൽ അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. ഒക്ടോബർ 7 പ്രസിദ്ധീകരിച്ച നാഷണൽ സെൻറ്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ NCSA-യുടെ 2024 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഒമാനിൽ 71% വനമേഖലകൾ വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നു. 2023 19.7 ലക്ഷം മരങ്ങൾ ഉണ്ടായിരുന്നിടത്ത് 2024 ആകുമ്പോഴേക്കും 33.8 ലക്ഷം മരങ്ങളായി മാറി. ഒമാൻ വിഷൻ 2040 ഭാഗമായി മരുഭൂവ്യാപനം തടയാനും പച്ചപ്പ് വർദ്ധിപ്പിക്കാനും ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളാണ് ഈ ഒരു നേട്ടത്തിന് പിന്നിൽ. ഫലഭൂഷ്ടിയുള്ള മണ്ണുള്ള പ്രദേശങ്ങളായ അൽബാത്തിന, ദോഫാർ മേഖലകളിൽ കൃഷി കാരണം പച്ചപ്പ് വർദ്ധിക്കുകയും മസ്കത്ത്, സലാല എന്നിങ്ങനെയുള്ള നഗരപ്രദേശങ്ങളിൽ ഒമാൻ ഭരണകൂടം സ്വകാര്യ പങ്കാളിത്തത്തോടെ മരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തതാണ് രാജ്യത്ത് പച്ചപ്പ് വർദ്ധിക്കാൻ കാരണം. രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയായ ദോഫാർ ഗവർണറേറ്റ് പ്രദേശത്തിൻ്റെ 4.7% ഇപ്പോൾ വനങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് പച്ചപ്പ് വളരുന്ന പോലെ വന്യജീവികൾ വളരുന്നില്ല എന്നാണ്. ഇനി കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആ ചൂടിലാണെങ്കിൽ ഈ ജീവികൾ ചത്തും പോകും. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ ഓറിക്സിൻ്റെ എണ്ണത്തിൽ 25.9% കുറവുണ്ടായതും പരിശ്രമങ്ങളെല്ലാം വെറുതെയാവും എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ടൂറിസവും മറ്റൊരുപാട് ഭാവി പരിപാടികളുമാണ് എക്കോസിസ്റ്റം സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ തകരാൻ പോകുന്നത്. അതിനാൽ വന്യജീവികളെ വേട്ടയാടുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് കർശന നടപടികളാണ് അധികൃതർ സ്വീകരിക്കുകയെന്നും റിപ്പോർട്ടുണ്ട്.